അച്ഛൻ്റെ വീടുപണി തുടങ്ങി. ഗോപിയേട്ടൻ്റെ കൂട്ടുകാരും സഹായത്തിനുണ്ട്. നന്ദേട്ടനും മുകുന്ദേട്ടനും അവരുടെ വാൽ പിടിച്ച് നടപ്പാണ്. രാവിലെ തന്നെ എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കും. അതുമായി കമലേച്ചിയും അമ്മയും അവിടേക്ക് പോകും. പിന്നെ എല്ലാവരും കൂടി വരുമ്പോഴേക്കും സന്ധ്യയാകും. ഒരു കയറ്റം കയറി ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ. അരമണിക്കൂർ നടക്കണം. നിധിക്കും പോകണമെന്നുണ്ടായിരുന്നു. തറപണിയാണ്, മണ്ണും പൊടിയും കൊള്ളാൻ പിള്ളേര് വരണ്ട എന്ന് അമ്മ തടഞ്ഞു. അമ്മ പറഞ്ഞാൽ പറഞ്ഞതാണ്. പിന്നെയും പിന്നെയും ചോദിച്ചാൽ കിട്ടിയ വടിയെടുത്ത് തല്ലും. അതുകൊണ്ട് നിധി വാശി പിടിച്ചില്ല. മുത്തശ്ശിയും മീരച്ചേച്ചിയും മഞ്ചേച്ചിയും വീട്ടിലുണ്ട്. മീരച്ചേച്ചി വലിയ വൃത്തിക്കാരിയാണ്. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അടിച്ചു വാരുക, പാത്രം കഴുകുക, തുണി അലക്കുക. നല്ല കാര്യപ്രാപ്തിയുള്ള കുട്ടി എന്ന് അമ്മ പറയുകയും ചെയ്തു. മഞ്ചേച്ചിക്കും പണിയുണ്ട്. പശുവിനും ആടിനുമൊക്കെ പുല്ലെടുത്തിട്ട് കൊടുക്കുക, രാവിലെ കോഴിക്കൂട് തുറന്നു വിടുക, സന്ധ്യയ്ക്ക് അടയ്ക്കുക, മുട്ട പെറുക്കി വെക്കുക. മുത്തശ്ശി നിലവിളക്ക് കൊളുത്തും മുമ്പ് ദൈവങ്ങളുടെ മുമ്പിൽ പൂക്കൾ ഇറുത്തു വെക്കുക. അടുക്കളയിൽ കമലേച്ചിയാണ് പാചകം. ഇപ്പോൾ അമ്മയും സഹായത്തിനുണ്ട്. രണ്ടാളും നല്ല പാചകക്കാർ. പണികൾ പകുത്തെടുക്കുന്നത് കൊണ്ട് രണ്ടാൾക്കും സന്തോഷമാണ്. എല്ലാ പണികൾക്കും മേൽനോട്ടം മുത്തശ്ശിയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടും. അന്നന്ന് നടന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കും. തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മുത്തശ്ശിയാണ്. അമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല എന്നാണ് ഗോപിയേട്ടൻ പറയുക. നിധിക്ക് മാത്രം ഒരു പണിയുമില്ല. എനിക്കൊരു പണി വേണം, നിധി മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശിയും മീരച്ചേച്ചിയും മഞ്ജുളയും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കുഞ്ഞു മഞ്ചേച്ചിയെ സഹായിച്ചു കൂടെ കൂടിക്കോ. അങ്ങനെ മഞ്ചേച്ചിയുടെ ഹെൽപ്പർ പണി ഏറ്റെടുത്ത് നിധി സന്തോഷിച്ചു.